ഹലോ മക്കളെ, SSLCന്റെ റിസൾട്ടൊക്കെ നിങ്ങൾ കണ്ട് ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് +1 ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ +1 മാത്സിനെ പറ്റിയിട്ട് +1 മാത്സിനെ പറ്റി നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കണം. ആ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ആൻസർ ഇത്രേ ഉള്ളൂ. ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുക. എത്ര ടഫാന്ന് ഞാൻ കാണിച്ചിട്ട് എന്തൊക്കെ നിങ്ങൾ പഠിക്കേണ്ടി വരും, എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു. പക്ഷേ ആൻസർ വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുക. ആദ്യം തന്നെ പഠിച്ചു തുടങ്ങാൻ വേണ്ടി നമ്മുടെ എക്സാം എന്ന് പറയുക +1 ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ കാണുമ്പോഴേക്ക് ഈ വീഡിയോ താഴെ ഡീറ്റെയിൽസ് ഇടുന്നുണ്ട്. ഇപ്പം തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി മക്കളെ. അപ്പോൾ സ്കൂൾ തുടങ്ങാണ്ട് വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിക്കോ. +1 മാത്സിൻ്റെ റിയാലിറ്റി ഞാൻ ബാക്കി പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്കറിയാം നിങ്ങൾ SSLC കഴിഞ്ഞ് വന്ന ആൾക്കാർ 11 ചാപ്റ്റർ മാത്സ് പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ A+ മേടിച്ചിട്ടുണ്ട്, A മേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പാസ്സായിട്ടുണ്ട്. SSLCയിൽ 11 ചാപ്റ്റർ SSLC ആയിരുന്നു, അപ്പോൾ നല്ല ഡിഫിക്കൽട്ടി ആയിരുന്നു. എന്നാൽ +1ലേക്ക് വരുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ആ സബ്ജക്റ്റിൻ്റെ എണ്ണം കുറഞ്ഞു, അപ്പോൾ സിമ്പിൾ ആവൂല്ലേ? ഇല്ല. മാത്സിൽ നോക്കുക, 14 ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, ഇനി SSLC ലെവലായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ചാപ്റ്റർ എന്തെങ്കിലും ടിക്കറ്റ് കാണിച്ചിടാം. ഇതൊരു SSLC ലെവൽ ചാപ്റ്ററാണ്, ഇതൊരു SSLC ലെവൽ ചാപ്റ്ററാണ്, പിന്നെ ഇവനൊരു SSLC ലെവൽ ചാപ്റ്റർ, ഇതും വേണം കൂട്ട 1, 2, 3, 4. ഇവരൊക്കെ SSLC ലെവലിൽ ഒരു കുട്ടിക്ക് SSLCയിൽ എടുത്ത എഫേർട്ട് വെച്ചിട്ട് 10th എടുത്ത എഫേർട്ട് വെച്ചിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഭയങ്കര ടഫായ കുറച്ച് വില്ലന്മാരുണ്ട്. ഇത് +1 +2 കഴിഞ്ഞ ചേട്ടന്മാർക്ക് വരെ ഇന്ന് ഡിഫിക്കൽട്ട് ആയിരിക്കും, ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. ഇവർ രണ്ടാൾക്കാരും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്യുവർ മാത്തമാറ്റിക്സ് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, SSLCയിൽ വരെ നിങ്ങൾ നമ്പേഴ്സും അരിത്തമെറ്റിക് സീക്വൻസും കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഫോർമുലയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. കണ്ടോ, ഇങ്ങനത്തെ ഗ്രാഫുകൾ, ഇതിൽ 8 ഗ്രാഫ് ഉണ്ട്. അതിന് 2 പിന്നെ ഷിഫ്റ്റിംഗ് ഒക്കെ പഠിക്കണം. ഇതിന് എന്താ ഫോർമുല, എങ്ങനെ ഇത് ഉണ്ടായി വരുന്നതെന്നൊക്കെ പഠിക്കണം. ഷേപ്പ് പഠിക്കണം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിനെ പറ്റി പഠിക്കണം. അതിൻ്റെ കുറേ കാര്യങ്ങൾ. ഇതൊരു എക്സാമ്പിൾ ഉണ്ട്. 2ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാനുള്ള സംഭവങ്ങളാണ്. 3ാമത്തെ ചാപ്റ്ററിൽ ഇത്രയും ഫോർമുലകൾ പഠിക്കണം. ഇതിന്റെ വേറെ രീതിയിലുള്ള കുറേ ഫോർമുല പഠിക്കണം. ഇത് മിനിമം പഠിക്കേണ്ട 3ാമത്തെ ചാപ്റ്ററിലെ ഫോർമുല. ഇന്നേ വരെ SSLC നിങ്ങൾ ഒരു മാത്സ് ചാപ്റ്ററിൽ 5 ഫോർമുലേനെക്കാട്ടും കൂടുതൽ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടില്ല. നിങ്ങൾ ആകെ ചിലപ്പോൾ സോളിഡ്സിലായിരിക്കും പഠിക്കേണ്ടത്. സോളിഡ്സും ശരിക്കും പറഞ്ഞൊരു നിങ്ങൾ എല്ലാ ഷേപ്പിനും 2 ഫോർമുലയൊക്കെ പ്രോപ്പറായി പഠിച്ച് പോയാൽ സെറ്റാവുന്ന കാര്യങ്ങളുള്ളൂ. പക്ഷേ മനസ്സിലാക്കി പഠിച്ചാൽ. പക്ഷേ സോളിഡ്സിലെ പഠിച്ചിട്ടുണ്ട്. ബാക്കി നോക്കിയാൽ ഇതൊക്കെ ട്രിഗ്നോമെട്രിയിലെ ഒരു ഫോർമുലയാണ്. ഓക്കെ, ഈ ചാപ്റ്റർ മിനിമം പഠിക്കേണ്ട ഫോർമുലയാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ 10ാമത്തെ ചാപ്റ്റർ സ്ട്രെയിറ്റ് ലൈൻസിലാണ്. ഇനി അതുപോലെ 11ാമത്തെ ചാപ്റ്റർ വരുമ്പോൾ ഷേപ്പുകൾ പഠിക്കണം. ഓരോ ഷേപ്പുകൾ എങ്ങനെ വരുന്നു, അതിൻ്റെ ഫോർമുല ഉണ്ട്. സർക്കിളൊക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ബാക്കിയാണ്. അതിൻ്റെ ബാക്കി ഇതൊക്കെ പഠിക്കാൻ പറ്റും. ഇതൊക്കെ പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഞാൻ പറയാം ഏറ്റവും ടഫ് ചാപ്റ്റർ. അത് ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. എല്ലാ വർഷവും പ്രീവിയസ് ഇയർ ക്വസ്റ്റിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, നിങ്ങൾക്ക് +1 കഴിഞ്ഞ ഒരു ചേട്ടനെ, അല്ലെങ്കിൽ +1 ഉള്ള ഒരു നിങ്ങളാണ് +1 കഴിഞ്ഞ ചേട്ടനെ പേടിപ്പിക്കണമെങ്കിൽ ചേച്ചി നിങ്ങൾ പോയിട്ട് ഭൂന്നൊന്നും പറയണ്ട. നിങ്ങൾ പോയിട്ട് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത് എന്താണ്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ അവർ പേടിച്ചോളും. ഓക്കെ, കാരണം അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ഇത് കണ്ടോ വലിയ ഫോർമുല, വലിയ സംഭവങ്ങളാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു 7-8 ക്വസ്റ്റ്യൻ ബൈ ഹാർട്ട് തന്നെ പഠിച്ചുകൊണ്ട അവസ്ഥകൾ വരുന്നുണ്ട്. ഓക്കെ, കാരണം ഇത്രേ ഉള്ളൂ. +1 നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്ന പോലത്തെ ഇതല്ല, നിങ്ങൾ കുറേ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യാം, ആദ്യം മുതൽ പഠിക്കുക. നിങ്ങൾക്ക് സ്വന്തം പഠിച്ചു തുടങ്ങാം. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സ്കൂൾ ഒന്നാമത് ലേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ ട്യൂഷൻ, അടുത്തുള്ള ട്യൂഷൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ട്യൂഷൻ്റെ അവിടെ പോയിക്കോളൂ, നോ പ്രോബ്ലം. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം മുതൽ ആദ്യം മുതൽ പഠിക്കുകയാണെങ്കിൽ വളരെ നല്ല. പക്ഷേ നിങ്ങൾക്ക് എന്താണെങ്കിലും സപ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനറുടെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ, ടീച്ചർമാരുടെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ എക്സാമിനർ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. അഗ്നി ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറേ ആൾക്കാർ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ലേറ്റ് ആവും ജോയിൻ ചെയ്യാൻ. നിങ്ങൾ ആ ട്രിഗ്നോമെട്രീൻ്റെ ഫോർമുല എത്തുമ്പോൾ ജോയിൻ ചെയ്യണം. അപ്പോൾ തന്നെ നിങ്ങൾ 3 ചാപ്റ്റർ മിസ് ചെയ്തു. സ്ട്രെയിറ്റ് ലൈൻ എത്തുമ്പോൾ നിങ്ങൾ സ്കൂളിൽ ഡിഫിക്കൽട്ട് ആകുമ്പോൾ ജോയിൻ ചെയ്യും. 10 ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലേറ്റായി ജോയിൻ ചെയ്യാൻ സമയമില്ലേ ഈ ബാച്ച് ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യും. ക്ലാസ്സുകൾ ഇത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ട്, ഫുൾ സിലബസിൻ്റെ. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സിൻ്റെ വേറെ. അപ്പം ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി, ഇത് ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ക്ലാസ് ഉണ്ട്. എല്ലാത്തിനും നോട്ട്സ് ഉണ്ട്, PYQ വീഡിയോ സൊല്യൂഷൻ, ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ് ഉണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ തരും. പിന്നെ NCERTൻ്റെ ക്വസ്റ്റ്യൻസ് മാത്സിന് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ അത് മോഡൽ എക്സാംസ് എല്ലാം കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം മുതൽ പഠിച്ചു തുടങ്ങാൻ ലൈവായിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പം ഇത് കണ്ടു തുടങ്ങിയാൽ സെറ്റാവും. പിന്നെ +1 നിങ്ങൾക്ക് കൊമേഴ്സിൻ്റെ ബാച്ച് ഉണ്ട്, സയൻസിൻ്റെ ബാച്ച് ഉണ്ട്, അഗ്നി ബാച്ച്. അതുപോരാതെ നിങ്ങൾക്ക് നീറ്റും ജെയ്ക്കും ബാച്ച് ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ട് വേഗം തന്നെ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ +1 മാത്സ് എത്ര ഡിഫിക്കൽട്ട് ആയിക്കോട്ടെ, എത്ര ചാപ്റ്റർ ആയിക്കോട്ടെ, നമുക്ക് ഫുൾ മാർക്ക് മേടിക്കും. കാരണം
മക്കളെ ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കൂടി റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുള്ളൂ 26 പേർക്കാണ്. ഓക്കെ, 26 പേർക്കാണ് +1 എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിൽ പഠിച്ചവർ ഫുൾ മാർക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അവരെ പോലെ ഫുൾ മാർക്കും ഫുൾ A+ മേടിച്ച ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. അപ്പോൾ അവരെ പോലെ നിങ്ങൾക്ക് ആയി പഠിക്കണമെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക, ആദ്യം മുതൽ പഠിക്കുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പം സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.